എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പരിപ്പും ചുരക്കയും വെച്ചിട്ട് ഒരു ഒഴിച്ചുകറിയാണ്. വളരെ സ്വാദിഷ്ടമായ ഒരു ഒഴിച്ചുകറി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? നമ്മളിന്ന് എളുപ്പത്തിലുള്ള ഒരു ഒഴിച്ചുകറിയാണല്ലോ വയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ചുരക്ക, ഇതിന് ചുരക്ക എന്നാണ് പറയുക, അതിൻ്റെ ഒരു കഷ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ചുരക്കയും പരിപ്പും കൂടിയാണ് ഞാൻ ഇന്ന് കറി വയ്ക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഈ പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകി എടുത്ത് കൊണ്ടുവരാം. പരിപ്പ് ഞാൻ നന്നായി കഴുകി കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. ഇതൊരു 50 ഗ്രാം അളവിലാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഒരു കുക്കറിലാണ് ഈ കറി വയ്ക്കുന്നത്. അപ്പോൾ കഴുകി കൊണ്ടുവന്ന പരിപ്പ് നമുക്ക് ആദ്യം തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി കുക്കറിലേക്ക് വേകുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ആദ്യം എടുത്ത ചുരക്ക ചെറുതായിട്ട് അരിഞ്ഞു കൊണ്ടുവരാം. ചുരക്ക ഞാനിതാ ഈ വലിപ്പത്തിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് നേരത്തെ ചേർത്ത് വച്ചിരിക്കുന്ന കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു പച്ചമുളക്, ഒരു 3 പച്ചമുളക് ഇതാ ഇതുപോലെ രണ്ടായിട്ട് കീറി നമുക്കതിലേക്ക് ഇടാം. അല്പം കറിവേപ്പില, 2-3 ഇല മതിയാകും. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു 2 വിസിൽ കേൾപ്പിച്ചാൽ മതി. അപ്പോഴേക്കും പരിപ്പും ഈ ചുരക്കയും എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. പരിപ്പും ചുരക്കയും എല്ലാം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഒഴിച്ചുകറിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. ഇതാ ഒരു 5-6 മണി സാധാരണ ജീരകം, 2 അല്ലി വെളുത്തുള്ളി, തേങ്ങ അരയുന്നതിന് ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചു കൊണ്ടുവരാം. പരിപ്പും ചുരക്കയും കുക്കറിൽ വേവിക്കാൻ വെച്ചത് ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇതാ ഈ പാകത്തിനായിട്ടുണ്ട്. പരിപ്പും വെന്തിട്ടുണ്ട്, ചുരക്കയും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ബാക്കി അരപ്പ് കൂടി നമുക്ക് ഈ കുക്കറിലേക്ക് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒഴിച്ചുകറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒന്ന് തിളയ്ക്കണം. അതിനുശേഷം നമുക്ക് കടുക് താളിച്ചതുകൂടി ചേർത്താൽ റെഡിയായി നമ്മുടെ ഒഴിച്ചുകറി. കടുക് താളിക്കാൻ വെച്ചത് ചെറിയുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം കൂടി വെച്ചത് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരല്പം മുളക് പൊടി, കറിക്കൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണിത് ചേർത്ത് കൊടുക്കുന്നു. നമ്മുടെ ഒഴിച്ചുകറി പാകമായിട്ടുണ്ട്. നമുക്കതിലേക്ക് കടുക് താളിച്ചത് ചേർത്ത് കൊടുക്കാം. ഈ ഒഴിച്ചുകറി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. മാത്രവുമല്ല ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ സ്വാദിഷ്ടവുമാണ്. ഈ കറിയുടെ കൂടെ ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചതോ ഉണ്ടെങ്കിൽ ഊണ് സൂപ്പറായി, കുശാലായി. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കണം. നിങ്ങൾക്കത് വളരെയധികം പ്രയോജനപ്പെടും എന്നത് തീർച്ച തന്നെയാണ്.